നമുക്കറിയാം മിക്ക കുട്ടികളും തന്നെ കരയുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തായിരിക്കും, അവർക്ക് വിശന്നിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവർ ഫീഡ് ചെയ്ത് നോക്കുക. ഫീഡ് ചെയ്തതിന് ശേഷം കരച്ചിലൊക്കെ മാറുന്നുണ്ട്, ഓക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം വിശന്നിട്ടാണ് കുട്ടി കരഞ്ഞിരുന്നതെന്ന് വിചാരിക്കും. പക്ഷേ എന്നിട്ടും കരച്ചിൽ മാറുന്നില്ല, വീണ്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കി കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തന്നെ നോക്കണം. മറ്റു കാരണങ്ങൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഡയപ്പറൊക്കെ നനഞ്ഞിട്ടായിരിക്കും, അതിൻ്റെ ഇറിറ്റേഷൻ വന്നിട്ട് കുഞ്ഞ് കരയുന്നതായിരിക്കും. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ പാല് കൊടുത്തതിൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് ഗ്യാസ് കൊട്ടിക്കളയണം. ചില ബേബീസിന് ഗ്യാസ് നന്നായിട്ട് പോവാത്തതിൻ്റെ അസ്വസ്ഥത കാരണമായിരിക്കും അവർ കരയുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ബർപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില അമ്മമാർ ആയുർവേദ മെഡിസിൻസ്, പച്ചമരുന്നുകളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ചില കുട്ടികൾക്ക് അത് ഇറിറ്റേഷൻസ് ഉണ്ടാക്കി കാണാറുണ്ട്, എങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ആദ്യത്തെ ഒരു 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രമാണ് കൊടുക്കേണ്ടത്. എന്നിരുന്നാൽ കൂടി ചിലർ വളരെ നേരത്തെ തന്നെ മറ്റു ഫുഡുകൾ കൊടുക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അതുമൂലം കുഞ്ഞിന് ഭയങ്കരമായിട്ട് കരച്ചിൽ വരാം, അസ്വസ്ഥതകളെല്ലാം വരാം. സോ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. 6 മാസം അമ്മയുടെ പാല് മാത്രം നൽകുക. ഇത് കൂടാതെ തന്നെ ചിലപ്പോൾ കുഞ്ഞിന് ജലദോഷം, മൂക്കടപ്പൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ആ മൂക്കടഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കരയുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണമെങ്കിൽ നേസൽ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ വായിൽ പൂപ്പൽ, എസ്പെഷ്യലി ഈ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ, ബോട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരിലും കൂടുതലായിട്ട് കരച്ചിൽ വരാം. പിന്നെ ഡയപ്പർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ പൊട്ടിയിട്ട് കുഞ്ഞിന് അസ്വസ്ഥതയും കരച്ചിലും വരാം. അപ്പോൾ ഡയപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള ക്രീംസും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, കൊതുകൊക്കെ കടിച്ച് ഭയങ്കരമായിട്ട് ചുവന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചില കൊതുകുകൾ, പ്രാണികളൊക്കെ കടിച്ചതിന് ശേഷമായിരിക്കും ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക. സോ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്നത്. അതുകൂടാതെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് ഇൻഫൻറ്റൈൽ കോളിക്. ഇൻഫൻറ്റൈൽ കോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളുടെ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരം നിർത്താതെയുള്ള കരച്ചിലായിരിക്കും. അത് കഴിഞ്ഞ് കുറേ കരഞ്ഞ് അത് തന്നെ അങ്ങ് മാറും. അതുപോലെ അതൊരു ദിവസങ്ങളോളം അങ്ങനെ നിൽക്കും. ഒരു 3-4 മാസം എത്തുമ്പോഴേക്കും അതങ്ങ് കുറയും. അപ്പോൾ അതാണ് ഇൻഫൻറ്റൈൽ കോളിക്. അതും ഇങ്ങനെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നം അല്ല. ചിലപ്പോഴെങ്കിലും ചില സീരിയസ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് കുഞ്ഞ് അമിതമായി കരയാറുണ്ട്. ചില അസുഖങ്ങളാണ് ഇൻഡുസെപ്ഷൻ എന്ന് പറയും, കുടലിനെ ബാധിക്കുന്ന ഒരു അസുഖം. അപ്പോൾ അതിൽ കുഞ്ഞിന് വിട്ട് അമിതമായിട്ട് കരയുന്നു, ഛർദ്ദിക്കുന്നു, അതുപോലെ മലത്തിലെ ബ്ലഡ്, അങ്ങനെയുള്ള സിംറ്റംസ് ആണ് കാണിക്കുക. അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുമ്പോൾ കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. ചില കുട്ടികളുടെ പനി, ചുമ, ജലദോഷം, ചെവി പിടിച്ച് കരയിൽ, ചെവിയിൽ നിന്ന് പഴുപ്പൊക്കെ കാണാറുണ്ട്. അത് ചെവിയിൽ ഇൻഫെക്ഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കരയുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായ പനി, പാലൊന്നും കുടിക്കുന്നില്ല, ഭയങ്കരമായ കരച്ചിൽ, ചിലപ്പോൾ ഫിക്സ് ഒക്കെ വരുന്നു. അതെല്ലാം തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, അതിൻ്റെ സിംറ്റംസായും അങ്ങനെ വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള സീരിയസ് അസുഖങ്ങളുടെ ഭാഗമായിട്ടും കുഞ്ഞ് അമിതമായിട്ട് കരയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ്, അതായത് ഡേഞ്ചർ സൈൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കാണിക്കുക.